യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19. പീലാത്തോസ് അപ്പോൾ യേശുവിനെ പിടിച്ച് ചാട്ടവാറിനടിപ്പിച്ചു. പട്ടാളക്കാർ മുള്ളുകൊണ്ട് ഒരു കിരീടം പിണച്ചുണ്ടാക്കി യേശുവിൻ്റെ തലയിൽ വെച്ചു. ധൂമ്ര വസ്ത്രവും തന്നെ അണിയിച്ചു. അവർ തൻ്റെ അടുത്ത് വന്ന്, യഹൂദന്മാരുടെ രാജാവേ, നമസ്കാരം എന്ന് പറഞ്ഞ് അവിടുത്തെ മുഖത്ത് തുടരെ അടിക്കുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തു ചെന്ന് അവരോട്, ഇതാ, ഞാൻ അദ്ദേഹത്തിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു മുൾക്കിരീടം ചൂടി ധൂമ്ര വസ്ത്രം ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു. മുഖ്യപുരോഹിതന്മാരും സേവകരും യേശുവിനെ കണ്ടപ്പോൾ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി ക്രൂശിക്കുക, കാരണം ഞാൻ അയാളിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ പീലാത്തോസിനോട് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രമാണമുണ്ട്. അയാൾ സ്വയം ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ പ്രമാണപ്രകാരം അയാൾ മരിക്കണം എന്ന് പറഞ്ഞു. ഈ പ്രസ്താവന കേട്ടപ്പോൾ പീലാത്തോസ് ഏറെ ഭയപ്പെട്ടു. പ്രൈത്തോറിയത്തിൽ വീണ്ടും പ്രവേശിച്ചിട്ട് യേശുവിനോട്, താങ്കൾ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. അതിനാൽ പീലാത്തോസ് യേശുവിനോട്, താങ്കൾ എന്നോട് ഒന്നും പറയുന്നില്ലേ? താങ്കളെ ക്രൂശിക്കാനുള്ള അധികാരവും വിട്ടയക്കാനുള്ള അധികാരവും എനിക്കുണ്ടെന്ന് താങ്കൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. യേശു അതിന് മറുപടിയായി, മുകളിൽ നിന്നും നൽകിയിരുന്നില്ല എങ്കിൽ താങ്കൾക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. ഈ കാരണത്താൽ എന്നെ താങ്കൾക്ക് ഏൽപ്പിച്ചവന് ഏറെ പാപമുണ്ട് എന്ന് പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ യഹൂദന്മാർ, ഈ മനുഷ്യനെ വിട്ടയച്ചാൽ താങ്കൾ സീസറിൻ്റെ സ്നേഹിതനല്ല, സ്വയം രാജാവാകുന്ന ഏതൊരാളും സീസറിനെ എതിർക്കുകയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പീലാത്തോസ് ഈ വാക്കുകൾ കേട്ടപ്പോൾ യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. അരാമ്യ ഭാഷയിൽ ഗബഥ എന്ന് വിളിക്കുന്ന കൽത്തളത്തിലെ ന്യായാസന ഇരിപ്പിടത്തിൽ ഇരുന്നു. അന്ന് പെസഹയുടെ ഒരുക്കദിനമായിരുന്നു. സമയം ഏകദേശം 6 മണിയും. യഹൂദന്മാരോട് അദ്ദേഹം, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ, അയാളെ വേണ്ട, അയാളെ വേണ്ട, അയാളെ ക്രൂശിക്കുക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ നിങ്ങളുടെ രാജാവിനെ ക്രൂശിക്കണോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. ഞങ്ങൾക്ക് സീസർ അല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് മുഖ്യപുരോഹിതന്മാർ മറുപടി നൽകി. അപ്പോൾ യേശുവിനെ ക്രൂശിക്കാനായി പീലാത്തോസ് അവർക്ക് കൈമാറി. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അങ്ങനെ യേശു തലയോട്ടിയുടെ സ്ഥലം, അരാമ്യ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കുന്ന സ്ഥലത്തേക്ക് സ്വന്തം ക്രൂശ് ചുമന്ന് പുറത്തേക്ക് നടന്നു. മറ്റ് 2 പേരെ ഓരോ വശത്തും യേശുവിനെ മധ്യത്തിലുമായി അവിടെ വെച്ച് ക്രൂശിച്ചു. ക്രൂശിൽ പീലാത്തോസ് ഒരു കുറിപ്പും എഴുതി വച്ചിരുന്നു. നസറായനായ യേശു, യഹൂദരുടെ രാജാവ് എന്ന് അതിലെഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിനടുത്തായിരുന്നതിനാൽ അനേകം യഹൂദർ ഈ കുറിപ്പ് വായിച്ചു. അത് അരാമ്യ, ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയിരുന്നു. യഹൂദന്മാരുടെ മുഖ്യപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദരുടെ രാജാവ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് എഴുതണമായിരുന്നു എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, ഞാൻ എന്താണോ എഴുതിയത് അത് എഴുതി എന്ന് മറുപടി പറഞ്ഞു. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ പുറംകുപ്പായം 4 ഭാഗിച്ചു. ഓരോരുത്തർ എടുത്ത് ഉൾവസ്ത്രവും എടുത്തു. ഉൾവസ്ത്രം തുന്നലില്ലാതെ നെയ്തെടുത്ത ഒറ്റ കഷ്ണമായിരുന്നു. അത് നാം കീറരുത്, ആർക്കാണ് എന്ന് നിശ്ചയിക്കേണ്ടതിന് അതിനായി നറുക്കിടാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. എൻ്റെ പുറംകുപ്പായം അവർ വിഭജിച്ചെടുത്തു, എൻ്റെ വസ്ത്രത്തിനായി അവർ നറുക്കിട്ടു എന്ന് തിരുവെഴുത്ത് നിറവേറേണ്ടതിനായിരുന്നു ഇത്. അതുകൊണ്ട് പട്ടാളക്കാർ അങ്ങനെ ചെയ്തു. യേശുവിൻ്റെ ക്രൂശിന് സമീപം തൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാവിൻ്റെ ഭാര്യയായ മറിയയും മഗ്ദലനക്കാരി മറിയയും നിന്നിരുന്നു. തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ യേശു അമ്മയോട്, സ്ത്രീയെ, ഇതാ നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞു. എന്നിട്ട് തൻ്റെ ശിഷ്യനോടായി, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ സമയം മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ സ്വന്തം കുടുംബാംഗമാക്കി. ഇതിന് ശേഷം സകല കാര്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് യേശു അറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിറവേറേണ്ടതിന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. പുളിരസം നിറഞ്ഞ വീഞ്ഞ് ഒരു ഭരണി നിറയെ അവിടെ വെച്ചിരുന്നു. അവർ ഒരു നീർപ്പഞ്ഞിയിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് ചെടിയുടെ തണ്ടിലാക്കി തൻ്റെ വായോട് അടുപ്പിച്ചു.
പുളിച്ച വീഞ്ഞ് സ്വീകരിച്ചതിന് ശേഷം യേശു അത് പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ തൻ്റെ ശിരസ്സ് കുനിച്ച് തൻ്റെ ആത്മാവിനെ വിട്ടുകൊടുത്തു. അന്നൊരുക്ക ദിനവും ആ ശബത്ത് വലിയ ശബത്ത് ദിനവുമായിരുന്നു. അതിനാൽ ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിൽ കിടക്കാതിരിക്കേണ്ടതിന് അവരുടെ കാലുകൾ ഒടിച്ച് എടുത്ത് മാറ്റണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പട്ടാളക്കാർ വന്ന് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ്റെയും മറ്റേയാളുടെയും കാലുകൾ ഒടിച്ചു. യേശുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ താൻ അതിനകം മരിച്ചതായി കണ്ടതിനാൽ അവർ തൻ്റെ കാലുകൾ ഒടിച്ചില്ല. എങ്കിലും ഒരു പട്ടാളക്കാരൻ യേശുവിൻ്റെ പാർശ്വം ഒരു കുന്തം കൊണ്ട് തുളച്ചു. ഉടനെ രക്തവും ജലവും പുറത്തേക്ക് ഒഴുകി. ഇതെല്ലാം കണ്ടവനാണ് സാക്ഷീകരിക്കുന്നത്. തൻ്റെ സാക്ഷീകരണം സത്യമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ പറയുന്നത് സത്യമാണെന്ന് അവനറിയാം. തൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിയുകയില്ല എന്ന് തിരുവെഴുത്ത് നിറവേറേണ്ടതിന് ഇതെല്ലാം സംഭവിച്ചു. തങ്ങൾ കുത്തിത്തുളച്ചവനിലേക്ക് അവർ നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. അരിമത്തിയിലെ യോസെഫ് യഹൂദന്മാരെ ഭയന്നിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടു പോകേണ്ടതിന് അദ്ദേഹം പീലാത്തോസിനോട് അനുമതി ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അങ്ങനെ അദ്ദേഹം വന്ന് യേശുവിൻ്റെ ശരീരം എടുത്തു. മുമ്പ് രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന നിക്കോദേമോസ് ഏകദേശം 100 പൗണ്ട് തൂക്കം വരുന്ന മൂരും സുഗന്ധവസ്തുക്കളുമായി വന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാരുടെ ശവസംസ്കാര രീതി പ്രകാരം സുഗന്ധവസ്തുക്കൾ ചേർത്ത് ലിനൻ ശീലയിൽ പൊതിഞ്ഞു കെട്ടി. തന്നെ ക്രൂശിച്ച സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ അതുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. അന്ന് യഹൂദന്മാർ ഒരുക്കത്തിനുമായിരുന്നതിനാലും ആ കല്ലറ സമീപം ആയിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ അടക്കം ചെയ്തു.